ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡു ദേ റിയലി മിസ് യു റൈറ്റ് നൗ എന്നുള്ളതാണ്. ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണെ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, ലെറ്റ്സ് സീ. ഡു ദേ മിസ് യു ആസ് യു ഡു? നിങ്ങൾ മിസ് ചെയ്യുന്ന പോലെ ഈ പേഴ്സണ് നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ടോ? ഡു ദേ റിയലി മിസ് യു റൈറ്റ് നൗ? ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? ഡു ദേ റിയലി മിസ് യു റൈറ്റ് നൗ? ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. ഓൾ റൈറ്റ്, ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള എന്തോ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളുടെ രണ്ട് പേരുടെയും ലൈഫിൽ ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു എനർജി, പവർ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും കാണുന്നുണ്ട്. ആൻഡ് യെസ്, ഈ വ്യക്തിക്ക് എന്തോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ വളരെ സീക്രട്ടായിട്ട്, ഇല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ അറിയാത്തതായിട്ടുള്ള എന്തോ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള തടസ്സങ്ങളുള്ളത് കാരണം അവർ നിങ്ങളോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അതിങ്ങനെ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരു സാഹചര്യത്തിൽ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഈ പേഴ്സൺ പരമാവധി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനായിട്ടുള്ള അവസരം ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ വ്യക്തി അങ്ങനൊരു വളരെയധികം ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്. മേ ബി അവരുടെ ലൈഫിൽ തന്നെ ഓൾറെഡി ഒരുപാട് സ്ട്രഗിൾസ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം. എന്തു തന്നെയായിരുന്നാലും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ സിറ്റുവേഷൻ മാറിക്കിട്ടാനായിട്ട് ഒരുപാട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ആൻഡ് സ്പിരിച്വലി അവേക്കൻഡ് ആണ് പേഴ്സൺ എന്നും കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിനായിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് പലതും എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അതിന് കഴിയുന്നില്ല. അവർ ശക്തമായ തടസ്സങ്ങളിലൂടെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോലും അവർക്ക് കഴിയാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ട്. അതുകൊണ്ട് ശരിക്കും ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം അവർക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട്. സോ അവർ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങളുടെ അരികിൽ വരാനായിട്ട്. പക്ഷേ ഒരു പോസിബിലിറ്റി ഉണ്ട് അവിടെ, മറ്റൊരു അഡ്ജസ്റ്റൻറ്റ് പോസിബിലിറ്റി അവർ അന്വേഷിക്കുന്നുണ്ട്. അതിലൂടെ ചിലപ്പോൾ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണക്ഷനിലൂടെ അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. യെസ്, ഡെഫിനറ്റ്ലി അവരൊരു സ്റ്റോം വാർണിംഗ്, അതായത് അവരിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലോ സംഭവിക്കാനിടയുണ്ട് എന്നിവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ശക്തമായിട്ട് ഈ വ്യക്തി തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആ ഒരു കാര്യം നിങ്ങളെ അറിയിച്ചാൽ ഒരു പക്ഷേ റിലേഷൻഷിപ്പിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അത്രയേറെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഈ സെപ്പറേഷനിൽ വളരെ ശക്തമായിട്ട് തന്നെ വേദനിക്കുന്ന വ്യക്തികളാണ്. ആൻഡ് യെസ്, അവരുടെ ഫാമിലി പ്രോബ്ലംസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കരിയറിൽ അവർക്ക് ചുറ്റുമുള്ള സാഹചര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട്, സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്. അവരൊരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്, അവർ കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ചിലപ്പോൾ ഫിനാൻഷ്യലി ഈ വ്യക്തി കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഓവർലോഡായിട്ടുള്ള ജോലി ഭാരം ഇവർക്ക് ഉണ്ടാവുന്നുണ്ടാവാം, അല്ലെങ്കിൽ ജീവിതത്തിലെ തന്നെ ചില റെസ്പോൺസിബിലിറ്റീസ് കൊണ്ട് ഇവർ ബുദ്ധിമുട്ടുന്നുണ്ടാവാം. അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇവർ മനഃപൂർവ്വമായുള്ള ഒരു സെപ്പറേഷൻ ആയിരിക്കില്ല. പക്ഷെ ആ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെ കൂടുതലായിട്ട് എന്താണ് ചിന്തിക്കുന്നുണ്ട്. അവർ നിങ്ങളെ അത്രയും ആ ഒരു സാമീപ്യം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷനെല്ലാം മാറിപ്പോകണമെന്ന് ഇവർ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. റിപ്പീറ്റായിട്ട് നമുക്ക് ആ ഒരു കാര്യം തന്നെയാണ് വരുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങളോട് അവർ പൊരുതിക്കൊണ്ടിരിക്കുന്നു. ഈ റിലേഷൻഷിപ്പ് നോർമൽ ആകാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കറൻ്റ്ലി അവർ ഉള്ള സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അവർ ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് എതിർക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. മേ ബി അത് അവരുടെ മദർ ആയിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റർ ആയിരിക്കാം. അങ്ങനെ ഒരു ഫെമിനിൻ ക്യാരക്ടറാണ് കാണുന്നത്. എങ്കിലും ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർ ഒരു പരിധി വരെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഘട്ടം അവർ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം അവരായിട്ട് തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവർ ആ ഒരു കാര്യത്തെ ബോധർ ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ജേർണി കാർഡാണ് വന്നിട്ടുള്ളത്. ഈ വ്യക്തി എന്തിനും തയ്യാറായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. അവർ എത്ര തന്നെ ശ്രമിച്ചിട്ടായിരുന്നാലും മുന്നോട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒരേ സമയം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ ഹീലിംഗ് നൽകും എന്ന് തന്നെയാണ് യൂണിവേഴ്സും ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഒന്നും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അവരുടെ മനസ്സ് നിറയും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത്. ലൈഫിൽ അവർ ഇത്രയേറെ ഒരു പേഴ്സണെ മിസ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ആൻഡ് ഹീലർ ഓഫ് ദി ഏജസ്. ഓക്കെ, ഒരുപാട് ഡിസ്റ്റൻസിലാണ്, യൂണിവേഴ്സായിട്ട് തന്നെ സെപ്പറേഷനിൽ ആക്കിയിട്ടുള്ള ഒരു വ്യക്തികളാണ് നിങ്ങൾ. ഓക്കെ, അവർക്ക് പല കാര്യത്തിലും ഒരു കോൺഫിഡൻറ്റ് ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. കാരണം അവർക്ക് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. ആൻഡ് യെസ്, അവരുടെ മുന്നിലുള്ള വഴികൾ തടസ്സപ്പെട്ടിരിക്കുന്നു എങ്കിലും അവർ അൺനോൺ ആയിട്ടുള്ള രണ്ട് പാത്ത് അല്ലെങ്കിൽ ഒത്തിരി പാതകൾ അവർക്ക് മുന്നിലുണ്ട്. നേരായ വഴി കൂടെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത്രയേറെയാണ് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ആ വ്യക്തിക്ക് മറക്കാൻ കഴിയുന്നതല്ല. ഈ റിലേഷൻഷിപ്പിനെയോ നിങ്ങളെയോ നിങ്ങളുടെ പ്രണയത്തെയോ വിട്ടു പോകാനായിട്ട് ഈ വ്യക്തിക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഈ ഫൈനൽ കാർഡ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് പലർക്കും റെസനേറ്റ് ആവാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ഒത്തിരി പേരും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരുപാട് വിഷമിക്കുന്ന വ്യക്തികളാണെന്നാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ആ ഒരു എനർജീസാണ്, എല്ലാവർക്കും ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. സോ നിങ്ങൾ കാത്തിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് യൂണിവേഴ്സിൽ എല്ലാ വിഷമങ്ങളും സറണ്ടർ ചെയ്തിരിക്കുക. ഓക്കെ, ഒരുപാട് തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു അഫർമേഷൻ. ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദി ഡിവൈൻ. ഓക്കെ, എൻ്റെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുന്നു എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, ഈ ഒരു നിമിഷം തന്നെ നിങ്ങളത് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.